നാം ഇന്നലെ പറഞ്ഞു നിർത്തിയ വിഷയം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജിയോപതിക് സ്ട്രെസ് ലൈനുകൾ എങ്ങനെയാണ് അത് കണ്ടെത്തുന്നതെന്നാണ് നാം പറഞ്ഞു വന്നത്. അപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ താമസിപ്പിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബിസിനസ്സുകാരായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവരായിരിക്കാം, മറ്റേതെങ്കിലും ഒരു മേഖലയിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം. ആ വീട്ടിനകത്ത് സന്തോഷമില്ലായ്മയും സമാധാനമില്ലായ്മയും രോഗങ്ങൾ കീഴടക്കിയത് കൊണ്ടാണ് ഇവ രണ്ടും ഉണ്ടാകാതെ പോകുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്തെന്നാണ് നാം നോക്കേണ്ടത്. നമ്മളിലുള്ള യൂണിവേഴ്സൽ സ്കാനർ ഉപയോഗിച്ച് നമുക്ക് ഒരു വീടിനെ തികച്ചും പരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ കഴിയും. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് വടക്ക് നിന്ന് തെക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുമായിട്ട് 2 ലൈനുകളുണ്ട്. ആ ലൈനുകൾ നമ്മൾ പരിശോധിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഈ സ്കാനർ വെച്ചിട്ട് ആദ്യം തന്നെ പ്രധാന വാതിലിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ആ വീട് എങ്ങനെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് ആദ്യം നാം കണ്ടുപിടിക്കേണ്ടത്. അഥവാ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിൽ നിന്നോട്ട് കയറുമ്പോൾ സ്കാനർ ഉപയോഗിക്കുമ്പോൾ ഒരു തുളസിത്തറ ഉണ്ട് എന്നിരിക്കട്ടെ. ആ തുളസിത്തറ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നമുക്ക് ഈ സ്കാനർ നമുക്ക് കാണിച്ചു തരും. അഥവാ നെഗറ്റീവ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് നെഗറ്റീവ് എന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ നമുക്കത് കണ്ടെത്തുവാനും കഴിയുമെന്നുള്ള ഒരു പ്രത്യേകതയാണ് UT സ്കാനറിന് ഉള്ളത്. അപ്പോൾ അതിന്റെ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന നമ്മുടെ ഈ തുളസിച്ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യനും അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ട് ഒരുപാട് ഔഷധ ഗുണമുള്ളതും വളരെയധികം ഭാഗ്യമുള്ളതുമായിട്ട് വിശ്വാസികൾ കാണുന്നുണ്ട്. ആ തുളസിച്ചെടിയുടെ ഒരു ഭാഗം, അതായത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗം നല്ല പച്ചയായിട്ട് നിൽക്കുകയും മറുഭാഗം കരിഞ്ഞിരിക്കുകയും ഉണങ്ങിയിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഒരു പക്ഷേ അതിരിക്കുന്ന സ്ഥാനം ശരിയല്ല എന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ ആദ്യമേ അത് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ വീടിന്റെ ഉള്ളിലോട്ട് സ്കാൻ ചെയ്ത് കയറുമ്പോൾ ഓരോ സ്ഥാനങ്ങളും ഇപ്പൊ നമ്മൾ ഒരുപാട് ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ട്. ആനിമേറ്റ് ആയതും അതുപോലെ തന്നെ ജീവനില്ലാത്തതും ഉള്ളതുമായിട്ടുള്ള എല്ലാ ധാതുക്കൾക്കും പോസിറ്റീവായിട്ടുള്ള ഓറ ഉണ്ട്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ഓറ ഉണ്ടെന്നും അതിൽ നിന്ന് നമ്മൾ വളരെയധികം നെഗറ്റീവായിട്ട് നമ്മളെ മനുഷ്യന്റെ എന്താണ് പറയുക പോയിസൺ ആരോ പോലെ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, സ്ഥാനം തെറ്റിയാൽ പല രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകുമെന്നുമാണ് സ്കാനർ നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പൊ ആ സ്കാനർ വെച്ചിട്ട് നമ്മൾ വിട്ടിരിക്കുന്ന ചെയറുകൾ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ ചിത്രങ്ങൾ അങ്ങനെ വേണ്ട പല രീതിയിലുള്ള പല ഉപകരണങ്ങൾ ചെടികളടക്കമുള്ള ഓരോന്നിനെയും നമുക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അതിരിക്കുന്ന സ്ഥാനം പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥാനം അത് ശരിയാണോ, നമുക്ക് ഊർജം കിട്ടുന്നതാണോ അതോ നെഗറ്റീവ് ആണോ എന്ന് കാട്ടിത്തരുവാൻ നമുക്ക് കഴിയും. അതാണ് ആദ്യം നമ്മൾ ഒരു വീട് പോസിറ്റീവ് ആക്കുന്നതിന് മുമ്പായിട്ട് അവിടെയുള്ള നെഗറ്റീവ് ഊർജത്തെ നമ്മൾ അകറ്റുകയാണ് വേണ്ടത്. അതാണ് ഈ വരുന്ന 2025 ഫെങ് ഷൂയി ഇയർ ഓഫ് ദ സ്നേക്കിന്റെ ഇയർ ആണ് വരാൻ പോകുന്നത്. അപ്പൊ അടുത്ത അധ്യായം മുതൽ നമുക്ക് ഫെങ് ഷൂയി എങ്ങനെയാണ് പോകുന്നത് 2025 എന്ന് നോക്കാം. നമുക്ക് ഫെബ്രുവരി മാസത്തിലാണ് അത് സ്റ്റാർട്ട് ആവുന്നത്. ജനുവരി 29 ആണെങ്കിൽ തന്നെയും അത് ആക്ടിവിറ്റി ആവുന്നത് 2025 ആണ് അത് ആക്ടിവിറ്റി ആവുന്നത്. അതിന്റെ കൂടി ഓരോ സ്ഥാനങ്ങളും കൂടി പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ട് ഈ സ്കാനർ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തികച്ചും നല്ല ഒരു അന്തരീക്ഷവും നല്ല ആരോഗ്യമുള്ള ജീവനുള്ള വീടുകളിൽ നമുക്ക് താമസിക്കാനാകും എന്നുള്ള യാതൊരു സംശയമില്ല. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.